ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് പി എസ് സി. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് പി എസ് സിയിലേക്ക് സ്വാഗതം. കുറച്ച് 2 ദിവസം വലിയ അപ്ഡേറ്റ്സുകളൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ ഒന്നും വരാതിരുന്നത്. ക്ലാസ്സുകളും മറ്റുമാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു. നമ്മുടെ കേന്ദ്രീയ വിദ്യാലയ സംഘടൻ, അതുപോലെ നവോദയ വിദ്യാലയ, ഇതിന്റെയൊക്കെ അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണിത്. വളരെ പെട്ടെന്ന് തന്നെ നിർത്താം. അതിനോടൊപ്പം നിങ്ങളുടെ ചേർത്ത് പറയേണ്ടത്, തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ കാണുന്നവർ ആദ്യമായി ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ. ഇഷ്ടമുള്ളവർ സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, അപ്പം ഇതിനുശേഷം വരുന്ന വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇപ്പം RRB റെയിൽവേയുടെ എക്സാംസ്, ടീച്ചർ എക്സാംസ് കഴിഞ്ഞിട്ടുണ്ട്. PRT, TGT, PGT കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ സെക്കൻഡ് ഇയർ ടാറ്റ് അല്ലെങ്കിൽ ടീച്ചർ എബിലിറ്റി ടെസ്റ്റ് അല്ലെങ്കിൽ ടീച്ചർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെയാണ് നോക്കേണ്ടത്, എങ്ങനെയാണ് എക്സാംസ്, അതോടൊപ്പം തന്നെ അതിന്റെ സിലബസ് കാര്യങ്ങളെല്ലാം കൂടി ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടുള്ള, അതുപോലെ തന്നെ അതിന്റെ കട്ട് ഓഫുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ അപ്ഡേറ്റ്സ് ഉടനെ വരുന്നുണ്ട്. സെക്കൻഡ് ആയിട്ട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഒരുപാട് ടീച്ചിങ് വേക്കൻസികൾ ഇപ്പൊ അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അസിസ്റ്റന്റ് പ്രൊഫസർ, TGT, PGT, PRT, അതർ സെൻട്രൽ ഗവൺമെന്റ് ഏജൻസീസ് വിളിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ 2 വീഡിയോസ് അപ്ഡേറ്റിലാണ്. അതോടൊപ്പം തന്നെ DSSBയുടെ, ഡൽഹി സബോർഡിനേറ്റ് സെലക്ഷൻ ബോർഡിന്റെ PRTയുടെ സിലബസ് ഡിസ്ക്രൈബ് ഒരു വീഡിയോ വരുന്നുണ്ട്. അതുപോലെ തന്നെ DSSB നോൺ ടീച്ചിങ് ആൻഡ് TGT, PGT ഉടൻ തന്നെ വിളിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ അപ്ഡേറ്റ്സുകളെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു വീഡിയോ വരുന്നുണ്ട്. നെക്സ്റ്റ് 4ാമത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഇവിടെ ഗുരുവായൂർ ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ട്, ഗുരുവായൂർ ദേവസ്വം ബോർഡ്, അതായത് കേരള ദേവസ്വം ബോർഡിലെ ഗുരുവായൂർ ദേവസ്വം ബോർഡിലും മറ്റ് മലബാർ ദേവസ്വം ബോർഡിലും ഒക്കെ ഒത്തിരി വേക്കൻസീസ് വന്നിട്ടുണ്ട്. അതിൽ ടീച്ചിങ് വേക്കൻസി വിളിച്ചിരിക്കുന്നത് ഗുരുവായൂർ ദേവസ്വം ബോർഡാണ്. അതിലെ ഗുരുവായൂർ ദേവസ്വം ബോർഡിലെ PRT, TGT, PGT സിലബസ് ഡിസ്ക്രൈബ് ചെയ്തുള്ള ഒരു വീഡിയോ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ക്ലാസ്സുകൾ ഉടൻ തന്നെ ആരംഭിക്കുന്നുണ്ട്. ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ PRTയുടെ ക്ലാസ്സുകൾ നമ്മുടെ LP UP ബാച്ചിനോടൊപ്പം തന്നെ ആരംഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ KVS, NVS, EMRS, AES, DSSBയുടെ കോച്ചിങ്ങും ക്ലാസ്സുകൾ ജസ്റ്റ് അഡ്മിഷൻ ഓൺ ഗോയിങ് ആണ്. ക്ലാസ്സുകൾ, നമ്മുടെ റെഗുലർ ക്ലാസ്സുകൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിലൊക്കെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും താഴെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കുകളുണ്ട്, അല്ലെങ്കിൽ താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറുകൾ 77 36 75 047 നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചോ മെസ്സേജ് അയച്ചോ ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മുടെ യഥാർത്ഥ കാര്യത്തിലേക്ക് കടക്കാം. യഥാർത്ഥ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ കേന്ദ്രീയ വിദ്യാലയ സംഘടൻ പുതിയ അപ്ഡേറ്റ്സ്, എപ്പോഴാണ് എക്സാംസ്, എക്സാംസ് കാണും, നോട്ടിഫിക്കേഷൻ എപ്പോഴും വരും, പഠിച്ചു തുടങ്ങാമോ വേണ്ടമോ എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ എപ്പോഴും നിരന്തരം ചോദിക്കുന്നതാണ്. നമ്മൾ ഒരുപാട് നാളായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, വിളിക്കത്തില്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് അവർ തരുന്ന അപ്ഡേറ്റ്സ് അനുസരിച്ചാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു ന്യൂ അപ്ഡേറ്റ്സ് ആണ് നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ്സിലേക്ക് കടക്കാം നമുക്ക്. അപ്പം എന്താണ് അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് കേന്ദ്രീയ വിദ്യാലയ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ കേസസുകളും മറ്റും, അതായത് നമ്മുടെ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസുകളും മറ്റും ഒക്കെ കൈകാര്യം ചെയ്യുന്ന അഡ്വക്കേറ്റ് ഉണ്ട്. അപ്പൊ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹം ലാസ്റ്റ് ട്വീറ്റ് ചെയ്തിരിക്കുന്നത്, I have come to know that KVS has already sent a requisition to CBSE of all vacant teaching and non-teaching posts, including special educator post for the advertisement. ഓക്കെ, അപ്പം എന്തായാലും ഉടൻ തന്നെ, എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ KVS വിളിക്കുന്നുണ്ട്. KVSന്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നുണ്ട്. തീർച്ചയായിട്ടും കരുതിയിരിക്കുക. ഏകദേശം നമ്മുടെ ഒക്ടോബർ, നവംബർ, ഡിസംബർ ഈ അല്ലെങ്കിൽ ഉടൻ തന്നെ ഒക്ടോബർ, നവംബർ അല്ലെങ്കിൽ ഡിസംബർ ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ വരും. വന്നു കഴിഞ്ഞാൽ മാർച്ചോട് കൂടി എക്സാംസ് എല്ലാം കഴിയും. അപ്പൊ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് ആണ് കിട്ടുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക പഠിക്കുന്നവര്. ഓക്കെ, അപ്പം ഇതിന്റെ ഇത് നമ്മുടെ KVSന്റെ വേക്കൻസി ഇപ്പൊ വിളിക്കാൻ പോകുന്നത് ഏകദേശം PGT 1934 വേക്കൻസി ഉണ്ട്. PGT 1934 വേക്കൻസി PGT. അതുപോലെ തന്നെ TGT എന്ന് പറയുന്നത് 3619 വേക്കൻസി. PRT 1891 വേക്കൻസി. അതർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ നോൺ ടീച്ചിങ് വേക്കൻസികളാണ്. നോൺ ടീച്ചിങ് ആയിട്ടുള്ള വേക്കൻസീസ് ആണ് അതർ വേക്കൻസീസ് എന്നുള്ള കാറ്റഗറിയിൽ വരുന്നത്. അതായത് JSA, SSA, LDC, UDC മുതലായ പോസ്റ്റുകളാണ് അതർ പോസ്റ്റ് എന്നുള്ളത്. അപ്പൊ അങ്ങനെ PGT 1934 വേക്കൻസി,
TGT 3619 വേക്കൻസി, PRT 1891 വേക്കൻസി, അതേഴ്സ് 1712 വേക്കൻസി. ടോട്ടൽ ആയിട്ട് പറയുമ്പോഴത്തേക്ക് ടോട്ടൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 9156 അല്ലെ, 9156 വേക്കൻസീസ് ആണ് ഇത് ഇപ്പൊ നിലവിൽ നോട്ടിഫൈ ചെയ്യാൻ പോകുന്നത്. ഇത് കൂടുകയുള്ളൂ, കുറയത്തില്ല. ഇപ്പൊ ജസ്റ്റ് ഒരു അപ്രോക്സിമേറ്റ് വേക്കൻസി നോട്ടിഫിക്കേഷൻ ആണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും വേക്കൻസീസ് ആണ് വിളിക്കാൻ പോകുന്നത്. ഇതിനോടൊപ്പം തന്നെ വിളിക്കുന്ന മറ്റ് ഏജൻസി, KVS-നോടൊപ്പം തന്നെ വിളിക്കുന്ന മറ്റ് ഏജൻസികളാണ് KVS കഴിഞ്ഞാല് KVS-നോടൊപ്പം വിളിക്കുന്ന മറ്റ് ഏജൻസികളാണ് NVS അല്ലെ, നവോദയ വിദ്യാലയ ഉടൻ തന്നെ വിളിക്കും. അതുപോലെ തന്നെ EMRS ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂള്, അതുപോലെ തന്നെ AES അറ്റോമിക് എനർജി എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്കൂള്, അതുപോലെ തന്നെ DSSB. ആ DSSBയുടെ PRT ഇപ്പൊ ഓൾറെഡി വിളിച്ചിട്ടുണ്ട്. PGT-യുടെ ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ വിളിച്ചു. അതിന്റെ എക്സാംസിന്റെ ഡേറ്റ് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് അപ്ലൈ ചെയ്തിട്ടുള്ളവർ നോക്കിക്കഴിഞ്ഞാൽ അറിയാനും പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ ഇതിന് പറഞ്ഞിട്ടുണ്ട്. ഇതില് PGT അപ്ലൈ ചെയ്യുന്നതിന് CTET, KTET, NET, SET ഒന്നും വേണ്ട. PGT അപ്ലൈ ചെയ്യുന്നതിന് ജസ്റ്റ് PG പ്ലസ് B.Ed മാത്രം മതിയാകും. ഇനി TGT അപ്ലൈ ചെയ്യുന്നതിന് B.Ed പ്ലസ് CTET 2 ആണ് വേണ്ടത്. CTET 2 ആണ് വേണ്ടത്. PRT അപ്ലൈ ചെയ്യുന്നതിന് DLED പ്ലസ് CTET 1 ആണ് വേണ്ടത്. CTET 1 ആണ് വേണ്ടത്. ഇതാണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഏജ് വൈസ് ക്ലാസിഫിക്കേഷൻ നോക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം ജനറലിന്റെ ഏജ് PRT എന്ന് പറയുന്നത്, PRT-യുടെ ഏജ് എന്ന് പറയുന്നത് 30 വയസ്സാണ്. TGT-യുടെ എന്ന് പറയുന്നത് 35 ആണ്. PGT-യുടെ എന്ന് പറയുന്നത് 40 വയസ്സാണ്. ഇതില് വുമൻസിന് മാത്രം 10 ഇയർ റിലാക്സേഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾക്കറിയാം 30 40 ആവും, 35 45 ആവും, 40 50 ആവും. ഇതാണ് ഏജ് റിലാക്സേഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നിലവിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ക്ലാസ്സുകളും മറ്റു കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സുകൾ പറയാനുള്ളത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചോദിക്കണം. പിന്നെ പുതിയൊരു അപ്ഡേറ്റ്സ് പറയാനുള്ളത്, റെയിൽവേ എഴുതിയവർക്ക് ഒരു പ്രശ്നമുണ്ട്. കാരണം B.Ed-കാരും PRT അപ്ലൈ ചെയ്തിട്ടുണ്ട്. കാരണം റെയിൽവേ ആദ്യം വിളിക്കുന്ന സമയത്ത് B.Ed-കാരോടും PRT അപ്ലൈ ചെയ്യാൻ പറഞ്ഞിരുന്നു. ബട്ട് അതിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് സുപ്രീം കോടതിയുടെ കേസ് വന്നതിന്റെ ഫലമായിട്ട് പിന്നെ B.Ed-കാർ അപ്ലൈ ചെയ്യേണ്ടത് പറഞ്ഞിരുന്നു. പക്ഷെ പരീക്ഷ എഴുതിക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ NCT-യുടെ ചെറിയൊരു റൂള് വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മുതൽ 8 വരെയുള്ള ക്ലാസ്സുകളിൽ പഠിപ്പിക്കാനായിട്ട് B.Ed-കാരും ഒക്കെ അതുപോലെ തന്നെ DLED-കാരും യോഗ്യരാണെന്നുള്ള ഒരു റെഗുലേഷൻസ് NCT കൊണ്ടുവരാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ഓർഡറും കാര്യങ്ങളും വരുന്നുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ B.Ed-ഓടുകൂടി PRT എഴുതിയിട്ടുള്ളവർക്കും അത് ബാധകമാകുകയും അവർക്ക് ജോലി ലഭിക്കുകയും ചെയ്യും. ഓക്കെ, ഇതിലൊരു അങ്ങനെയുള്ള സിറ്റുവേഷൻ വരും പുതിയ NEP 2020 അനുസരിച്ച്. ഓക്കെ, അപ്പം നിലവിൽ ഒന്നും കൂടെ പറയുകയാണ്, നമ്മുടെ KVS ഉടനെ വിളിക്കും. നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ അപ്പൊ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമ്മൾ പഠിച്ചു തീരുകയും നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ബാക്കി വളരെ ചുരുക്കം 1-2 മാസം കിട്ടുന്ന ആ മാസം കൊണ്ട് നമുക്ക് ഫുള്ള് റിവൈസ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു എക്സാം അടിച്ചെടുക്കാൻ കഴിയുകയും ചെയ്യും. അതിന് തുടർന്ന് വരുന്ന NVS-ഉം EMRS-ഉം AES ഒക്കെ നല്ല സുഗമമായിട്ട് പാസ്സാകാൻ പറ്റുകയും ചെയ്യും. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള സിലബസ് ആണ്. നമ്മുടെ HSA-ക്കാരും HSSC-ക്കാരും 100 ഇരട്ടി എളുപ്പമുള്ള എക്സാമും കൂടിയാണ്. ഹിന്ദി ഒരു 10 മാർക്കിനുണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഹിന്ദി അറിഞ്ഞുകൂടാ, ഞാൻ 10ാം ക്ലാസ് വരെ ഹിന്ദി പഠിച്ചിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അമാന്തിക്കേണ്ട ഒന്നുമില്ല. അതിലൊന്നും വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. പിന്നെ അതിനെക്കുറിച്ച് ഇപ്പോഴേ ആലോചിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് നിങ്ങൾ ആദ്യം അപ്ലൈ ചെയ്യുക, പഠിക്കുക. ഫസ്റ്റ് CBT-ക്ക് നല്ല സ്കോർ 150 എബോവ് സ്കോർ നേടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഹിന്ദി എന്നും ഒരു ഇഷ്യൂസേ അല്ല. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത്. ബാക്കി അപ്ഡേറ്റ്സ് ഉടൻ തന്നെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇത് ഷെയർ ചെയ്യുക, എത്തിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഹൈപ്പ് ചെയ്യുകയും അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുകയും ചെയ്യുക. ഓക്കെ, താങ്ക് യു. അപ്പൊ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു. വന്ദേ മാതരം. ജയ് ഹിന്ദ്.